ഹൈ സ്റ്റുഡൻസ് നമ്മളിപ്പം 26th ചാപ്റ്റർ ആയ ആൽക്കഹോൾസ് ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അതിനകത്തിലെ ആൽക്കഹോൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ആ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തിൽ പഠിക്കാനായിട്ടുള്ളത് ഫിനോൾസ് ആണ്. സോ ആൽക്കഹോൾസിന്റെ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു പോവാണെങ്കിൽ ആൽക്കഹോൾസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോക്സിൽ ഡെറിവേറ്റീവ്സ് ഓഫ് ആൽക്കേനെയാണ് നമ്മൾ ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. ടെറിഷറി സെക്കൻഡറി പ്രൈമറി സെക്കൻഡറി ട്രഷറി എല്ലാം നമ്മൾ പഠിച്ചായിരുന്നു അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ അതിന്റെ ജനറൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ നമ്മളത് ഈ വന്ന ചാപ്റ്റേഴ്സിന് ഓർഗാനിക്കിലെ എല്ലാ ചാപ്റ്റേഴ്സിലും ഒരു പാറ്റേണോട് ഇങ്ങനെയാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ അത് എന്താണെന്ന് പഠിക്കുന്നു, അതിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, പിന്നെ അതിന്റെ റിയാക്ഷൻസ്, സ്ട്രക്ചറൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇങ്ങനെ അതിന്റെ ഇമ്പോർട്ടൻസസ്, യൂസസ്, ഇതൊക്കെയാണ് നമ്മൾ ജനറലി പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്തിലും നമ്മൾ ആൽക്കഹോൾസിനകത്തിലും എന്താണ് അതിന്റെ റിയാക്ഷൻസ്, ജനറൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, സ്ട്രക്ചറൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. റിയാക്ഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓക്സിഡേഷൻ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ചിലതിന് എന്താണ് ലൈക് കൺവേർഷൻ ടെസ്റ്റുകൾ ഉണ്ട്, പേരുള്ള നെയിംഡ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ നെയിംഡ് റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആൽക്കഹോൾസിന്റെ സെക്ഷൻ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞായിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ഫീനോൾസ് ആണ് പഠിക്കാനായിട്ടുള്ള ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് എസ്റ്റർ. ഇത് മൂന്നും കൂടാണ് നമ്മൾ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ആൽക്കഹോൾ നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫീനോൾസ് ആണ്. അപ്പൊ ഫീനോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലൈക് ഇത് നമ്മൾ എന്താണ് റിംഗ് ആണ്. റിംഗിൽ ബെൻസീൻ റിംഗിൽ ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ ഫീനോൾ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് സ്പെസിഫിക്കലി യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് കോമ്പൗണ്ട് ഇൻ വിച്ച് വൺ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിൽ ഒരു OH അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫീനോൾ എന്ന് പറയുന്നത്. ലൈക്ക് ഒരു ബെൻസീൻ റിംഗ് ഉണ്ടാവും, 6 കാർബൺ ഉള്ള ആ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. അതിനകത്തിൽ ഒരിടത്ത് നമ്മൾ എന്താണ് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ എന്താണ് നമ്മൾ ഒരു OH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫീനോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രോക്സി ബെൻസീൻ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ബാക്കി എല്ലായിടത്തും ഹൈഡ്രജൻ നമ്മൾ CH ബോണ്ടുകൾ വരുന്നിടത്ത് ഒരു ഹൈഡ്രജനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിന് പകരം OH കൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു. ആ ഒരു സ്പെസിഫിക് കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഫീനോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നെയിമിംഗ് എങ്ങനെയാണ്? നമ്മൾ നെയിമിംഗും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം അല്ലെ. പിന്നെ അതിന്റെ നെയിമിംഗ് എങ്ങനെയാണ് നമ്മൾ യൂഷ്വലി കൊടുക്കുക? മറ്റതൊക്കെ പോലെ തന്നെ നമ്മൾ ഓൾറെഡി അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെയും നെയിമിംഗ് എങ്ങനെയാണെന്ന് പഠിച്ചായിരുന്നു. അതേപോലെ തന്നെ അവിടെ എന്താണ് ലാസ്റ്റിൽ എല്ലാത്തിനും ഫീനോൾ എന്ന് വരും. ഏത് കാർബണയിലാണോ OH ഗ്രൂപ്പ് ഇരിക്കുന്നത് അതിനെന്താണ് അവിടെ ഫീനോൾ എന്ന് നമ്മൾ പേര് കൊടുക്കണം എന്നേ ഉള്ളൂ. അപ്പം ഇവിടെ സെക്കൻഡ് കാർബണയിൽ, അതായത് എന്താണ് ഓർത്തോ പൊസിഷൻ ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ അന്നേരം എന്താണ് നമ്മൾ ഇവിടെ 2-മീഥൈൽ ഫീനോൾ എന്ന് പറയും. അപ്പൊ അതിന് വരെ എന്താണ് ഓർത്തോ പൊസിഷൻ ക്രെസോൾ എന്ന് കൊടുത്താൽ മതി. അതേപോലെ തേർഡ് കാർബണയിലാണെങ്കിൽ എന്താണ് 3-മീഥൈൽ ഫീനോൾ നമുക്ക് പറയാൻ പറ്റും. ക്രെസോൾ എന്ന് കൊടുക്കാം. അപ്പം CH3 ഉള്ളത് നമുക്ക് അവിടെ നിന്നാണല്ലോ എണ്ണി വരുന്നത്. അപ്പൊ അവിടുന്ന് നമ്പർ ഇട്ട് വരുമ്പോ എത്രാമത്തെ കാർബണയിലാണോ OH അവിടെ നമ്മൾ എന്താണ് 3-മീഥൈൽ ഫീനോൾ. അപ്പൊ അത് എന്താണോ ഒരു പൊസിഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത പൊസിഷൻ മെറ്റാ പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ക്രെസോൾ എന്ന് വരുന്നത്. അതേപോലെ പാരാ പൊസിഷനിൽ വന്ന P എന്ന് കൊടുക്കാം. അപ്പൊ അതേപോലെ നമ്മൾ എന്താണ് ഓരോന്നും അതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. 1,2 ബെൻസീൻ ഡയോൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താണ് 2 OH വരുമ്പോ എങ്ങനെയാണ് വരുന്നത്? ഒന്നിലും രണ്ടിലും OH വരുന്നുണ്ട് അല്ലെ. അപ്പൊ ബെൻസീൻ ഡയോൾ എന്നാണ് ഇതിന് പറയുന്നത്. അതേപോലെ രണ്ടെണ്ണമുള്ള 1,3 കാണിച്ചിട്ടുണ്ട്, 1,4 കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം എന്താണ് നമ്മൾ അല്ലാത്ത പേരുകൾ സയന്റിഫിക്കലി പറയുന്ന പേരുകൾക്ക് എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. 1,2 ആണെങ്കിൽ നമ്മൾ കാറ്റക്കോൾ എന്ന് പറയും. 1,3 ആണെങ്കിൽ നമ്മൾ എന്താണ് റിസോഴ്സിനോൾ എന്ന് പറയും. 1,4 ആണെന്നെങ്കിൽ നമ്മൾ ഹൈഡ്രോക്വിനോൾ എന്ന് പറയും. അത് നമ്മൾ നേരത്തെ പഠിച്ചാണ് ഹൈഡ്രോക്വിനോൾ. അപ്പൊ അങ്ങനെ എന്താണ് പലതിനും പല പേരുകളാണ്. അതേപോലെ തന്നെ 1 നാഫ്തോൾ, ആൽഫ നാഫ്തോൾ എന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് ബ്രോമിൻ ചേർന്ന് വരുന്നതാണെങ്കിൽ എന്താണ് 2,6 ഡൈ ബ്രോമോഫീനോൾ. അത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ പേര് എഴുതുന്ന പോലെ തന്നെ മറ്റേ കാറ്റക്കോൾ, റിസോഴ്സിനോൾ, ഹൈഡ്രോക്വിനോൾ അതെല്ലാം എന്താണ് അതിന്റെ പല എന്താണ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ. ആ സ്ട്രക്ചേഴ്സ് മാറുമ്പോൾ തന്നെ എന്താണ് അതിന്റെ പേരുകൾക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ അതെന്താണ് പ്രോപ്പർട്ടീസിലും ഡിഫറൻസ് തരുന്നുണ്ട്. അപ്പം പാരാ പൊസിഷൻ, മെറ്റാ പൊസിഷൻ, ഓർത്തോ പൊസിഷൻ, അങ്ങനെ പല പൊസിഷൻസിലായിട്ട് എന്താണ് ഇത് പൊസിഷൻ മാറി വരുമ്പോഴും എന്താണ് അതിൻ്റെതായ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ് അതിനുണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്താണ് നോമെൻക്ലേച്ചർ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ജനറൽ മെത്തേഡ്സ്, ലാബിൽ നമുക്ക് ഫീനോൾസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് അരീൻ ഡയാസോണിയം സോൾട്സ് ഉണ്ട്. ആ അരീൻ ഡയാസോണിയം സോൾട്സിൽ നിന്നാണ് ഫസ്റ്റ് പ്രിപ്പറേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് അനിലീൻ ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ കൂടെ അതിനെ നമ്മൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്യിക്കാം? NaNO2-ഉം 2HCl-ഉം ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം നൈട്രേറ്റുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ച ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ 273 to 278 കെൽവിൻ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബെൻസിൻ ഡയാസോണിയം ക്ലോറൈഡ് കിട്ടും. പ്ലസ് NaCl+H2 ആണ് നമുക്ക് കിട്ടുന്നത്. ആ ബെൻസിൻ ഡയാസോണിയം ക്ലോറൈഡ് എന്താണ് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യാണ്, അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മൾ വാം ഡൈല്യൂട്ട് H2SO4 അവിടെ എന്താണ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് അതിനകത്ത് നിന്ന് ഫീനോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്നിട്ട് നമുക്ക് നൈട്രജൻ ഗ്യാസും കിട്ടും.
അത് എന്താണ് ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. HCl നമുക്ക് എന്താണ് നമ്മൾ ആദ്യം റിയാക്ടിഫിക്കാൻ യൂസ് ചെയ്ത HCl എന്താണ് നമുക്ക് തിരിച്ച് HCl ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പൊ അതാണ് ഫസ്റ്റ് അരീൻ ഡയാസോണിയം സോൾട്സ് എന്നുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ് നെക്സ്റ്റ് ഒരു ലാബോറട്ടറി പ്രിപ്പറേഷൻ മെത്തേഡ് ആണ് ആൽക്കലി ഫ്യൂഷൻ ഓഫ് സോഡിയം ബെൻസീൻ സൾഫണേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സോഡിയം ബെൻസിൻ സൾഫണേറ്റ് ഉണ്ട്. നമുക്ക് ആ ഒരു ബെൻസിന്റെ സ്ട്രക്ചർ എന്താണ് SO3Na, സോഡിയം ബെൻസിൻ സൾഫണേറ്റ്, അത് ആഡ് ചെയ്യുന്നതാണ് സോഡിയം ബെൻസിൻ സൾഫണേറ്റ് എന്ന് പറയുന്നത്. അതും NaOH കൂടെ നമ്മൾ എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. പർട്ടിക്കുലർലി ഒരു ഹൈ ടെമ്പറേച്ചർ ആണ്, 623 കെൽവിൻ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സോഡിയം ഫീനോക്സൈഡ് കിട്ടും. ONa ആണ്. നമ്മൾ ഫീനോൾ എന്ന് പറയുന്നത് എന്താണ്? OH ആണ്. അപ്പം ONa വരുമ്പോൾ എന്താണ്? സോഡിയം ഫീനോക്സൈഡ് പ്ലസ് Na2SO3 പ്ലസ് H2 ആണ് കിട്ടുന്നത്. ആ സോഡിയം ഫീനോക്സൈഡിനെ നമ്മൾ എന്താണ് HO3O ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫീനോൾ. നമുക്ക് ONa എന്നുള്ളത് മാറിയിട്ട് നമുക്ക് OH ഇവിടെ ഫീനോളിന്റെ ബെൻസിൻ റിംഗിൽ OH ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ എന്താണ് നമുക്ക് ഹൈഡ്രോക്സി ബെൻസിൻ അല്ലെങ്കിൽ ഫീനോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അത് നമ്മൾ ലാബിൽ സിന്തസൈസ് ചെയ്യുന്നതാണ്. ഇനി ഇൻഡസ്ട്രിയലി ഫിനോൾസ് എന്താണ് ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യാറുണ്ട്. അതിന്റെ ഒരു പേരാണ് ഫസ്റ്റ് ഒരു പ്രോസസ് ആണ് ഡവ് പ്രോസസ്. അപ്പൊ ഇങ്ങനെ നെയിംഡ് റിയാക്ഷൻ അല്ലെങ്കിൽ നെയിംഡ് പ്രോസസ്സസ് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡവ് പ്രോസസ് എന്താണെന്ന് നോക്കുക. ഫസ്റ്റ് ക്ലോറോബെൻസീനെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് NaOH റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. പർട്ടിക്കുലർലി ഹൈ ടെമ്പറേച്ചർ ആണ്, 623 കെൽവിൻ, 300 അറ്റ്മോസ്ഫിയർ പ്രഷർ, നല്ല പ്രഷറിലും ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിലാണ് നമ്മളിത് ഡവ് പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സോഡിയം ഫീനോക്സൈഡ് കിട്ടും. നമ്മൾ നേരത്തെ ആൽക്കലി ഫ്യൂഷൻ ചെയ്ത പോലെ തന്നെ ഇവിടെയും എന്ത് കിട്ടും? നമുക്ക് സോഡിയം ഫീനോക്സൈഡ് പ്ലസ് NaCl പ്ലസ് H2 ആണ് കിട്ടുന്നത്. ആ സോഡിയം ഫീനോക്സൈഡ് H3O ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫീനോൾ നമുക്ക് സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു ഇൻഡസ്ട്രിയൽ മെത്തേഡ് ആണ് ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ്. ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡിനകത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫീനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്യുമീൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഓക്സിഡേഷൻ ചെയ്യുന്നു, O2 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ O2 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു ബോണ്ട് മാറുന്നത് കാണാം. അല്ലെ, ഒരു പിങ്ക് കളറിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബോണ്ട് സ്ട്രക്ചർ മാറ്റിയത്. അത് നമ്മൾ എന്താണ് ഹൈഡ്രജന്റെയും വാട്ടറിന്റെയും പ്രസൻസിൽ നമ്മൾ എന്താണ് നമുക്ക് ആ കിട്ടുന്നത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് ആണ്. അത് നമ്മൾ ഹൈഡ്രജൻ പ്ലസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന നമുക്ക് എന്ത് കിട്ടും? ഫീനോൾ കിട്ടും. പ്ലസ് നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്താണ്? CH3CO, CH3 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റും കൂടെ നമുക്ക് എന്താണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് അവിടെ കിട്ടും. അപ്പൊ ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡിനകത്ത് നിന്നും എന്തുണ്ട്? ഇൻഡസ്ട്രിയൽ കേസുകളിൽ എന്താണ് ഫീനോൾസിനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്ന യൂഷ്വലി എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ. ഇപ്പൊ ഫീനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി അത് എങ്ങനെ കാണാനായിട്ട് പറ്റുന്നത്? കളർലെസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സോളിഡ്സ് ആയിരിക്കും. ബട്ട് ബിക്കം കളർ ഡ്യൂ ടു സ്ലോ ഓക്സിഡേഷൻ വിത്ത് എയർ. അപ്പം ഈ കളർലെസ് ആയിട്ടുള്ള ലിക്വിഡോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്ന സോളിഡ്സും ആയിരിക്കാം. പക്ഷെ അവർക്ക് എന്താണ് എയറുമായിട്ട് അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് എയറുമായിട്ട് കോൺടാക്ട് വരിക എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കും. അപ്പൊ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ് ഗ്രാജുവലി അത് എന്താവും? കളേർഡ് ആവും, കളർ കിട്ടിക്കൊണ്ടിരിക്കുവാന്. ഫിനോളിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് കാർബോളിക് ആസിഡ് എന്ന് പറയും. അതും ഇമ്പോർട്ടന്റ് ആണ്. ഫിനോൾ എന്ന് പറയുന്ന വേറൊരു പേരാണ് കാർബോളിക് ആസിഡ്. ഇപ്പൊ കാർബോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കരുത്. കാർബോളിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഫിനോൾ ആണ്. So because of the presence of polar OH bond, phenols form intermolecular H bonding with other phenol molecules and with water. അപ്പൊ ഒരു OH ബോണ്ട്, ഒരു OH എന്ന് പറയുന്ന ഒരു ബോണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഈ OH ബോണ്ട് അല്ലെങ്കിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ്, ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? പോളാർ ആണ്. അപ്പം അതുകൊണ്ട് എന്താണ് ഈ ഫീനോൾസ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ചെയ്യും മറ്റ് ഫീനോൾ മോളിക്യൂൾസുമായിട്ട്. ഓരോ OH മറ്റതുമായിട്ട് എന്താണ് മറ്റത്തിന്റെ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്സ് ചെയ്യുന്നത് കൊണ്ട് ഫീനോൾ മോളിക്യൂൾസുമായിട്ടും ചെയ്യും, അതേപോലെ എന്താണ് വാട്ടറുമായിട്ടും അതിന് ഇന്റർമോളിക്കുലർ ബോണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഫീനോൾസിന്റെ റിയാക്ഷൻ ആണ്. അപ്പം റിയാക്ഷൻസിനകത്തില് അസിഡിക് നേച്ചറും കാണിക്കുന്നുണ്ട്, ബേസിക് നേച്ചറും കാണിക്കുന്നുണ്ട്. സോ ഫീനോൾ നമ്മൾ പറഞ്ഞു ലിക്വിഡ് ആയിട്ട് ഇരിക്കാം, ക്രിസ്റ്റലൈൻ ആയിട്ട് ഇരിക്കാം അല്ലെ. അപ്പൊ അക്വസ് സൊല്യൂഷൻസ് ഓഫ് ഫിനോൾസ് ആർ വീക്ക്ലി അസിഡിക്. നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത ഫിനോളിന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വീക്ക്ലി അസിഡിക് ആയിരിക്കും. സ്ട്രോങ്ലി അല്ല, വീക്ക്ലി അസിഡിക് ആയിരിക്കും. ആൻഡ് ടേൺ ബ്ലൂ ലിറ്റ്മസ് സ്ലൈറ്റ്ലി ഇൻടു റെഡ്. അപ്പൊ വീക്ക്ലി അസിഡിക് ആയതുകൊണ്ട് എന്താണ് നമ്മളൊരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, ഒരു ആസിഡിനകത്തിലോട്ട് നമ്മൾ അത് ആസിഡ് നേച്ചർ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? യൂഷ്വലി ഒരു ബ്ലൂ ലിറ്റ്മസ് അതിനകത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് റെഡ് ആയിട്ട് മാറും. അപ്പൊ അത് സൊല്യൂഷൻ ആസിഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പം ഇത് അതേപോലെ തന്നെ എന്താണ് ഈ ഫിനോൾ എടുത്ത് നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അതിനകത്തിൽ ഒരു ബ്ലൂ ലിറ്റ്മസ് ഇട്ട് കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് എന്താണ് റെഡ് ആയിട്ട് മാറും. നമ്മൾ ഭയങ്കര ഡാർക്ക് റെഡ് എന്ന് പറയുന്നില്ല,
സ്ലൈറ്റ്ലി എന്താണ് അതിനെ റെഡ് ആക്കി മാറ്റും. സോ ഫീനോൾ ഈസ് ന്യൂട്രലൈസ്ഡ് ബൈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോമിംഗ് സോഡിയം ഫീനേറ്റ് ഓർ ഫീനോളേറ്റ്. അപ്പൊ ഫീനോളിനെ എങ്ങനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും? ആ ഒരു നേച്ചർ, അസിഡിക് അല്ലെങ്കിൽ ആ ഒരു നേച്ചർ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എന്താണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സോഡിയം ഫീനേറ്റ് അല്ലെങ്കിൽ ഫീനോലേറ്റ് ഫോം ചെയ്യിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും നമ്മൾ, അതായത് എന്താണ് NaOH അത് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് സോഡിയം ഫീനേറ്റ് അല്ലെങ്കിൽ ഫീനോലേറ്റ് ഫോം ചെയ്യിക്കും. ബട്ട് ബീങ് വീക്കർ ദാൻ കാർബോണിക് ആസിഡ് ഇറ്റ് കനോട്ട് ബി ന്യൂട്രലൈസ്ഡ് ബൈ സോഡിയം ബൈകാർബണേറ്റ്. അപ്പം ഈ കാർബോണിക് ആസിഡ് കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞ ഫീനോൾ ആണ്. അപ്പൊ ആ ഒരു ആസിഡിനേക്കാളിലും സോഡിയം ബൈകാർബണേറ്റും സോഡിയം കാർബണേറ്റും എന്താണ് വീക്കാണ്, അതിലും വീക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് സോഡിയം ബൈകാർബണേറ്റോ സോഡിയം കാർബണേറ്റോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫിനോൾ സൊല്യൂഷൻസിനെ അക്വ സൊല്യൂഷൻസ് ഓഫ് ഫിനോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് ലിബറേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. ബിക്കോസ് അവർ എന്താണ് ഓൾറെഡി ഈ കാർബോണിക് ആസിഡിനെക്കാട്ടിലും എന്താണ് അവർ വീക്കാണ്. പക്ഷെ നമുക്ക് ഏത് വെച്ചിട്ട് പറ്റും? സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് പറ്റും, NaOH വെച്ചിട്ട് നമുക്ക് പറ്റും. അതാണ് ഫീനോൾ പ്ലസ് NaOH ഗ്യൂസ് എന്താണ് സോഡിയം ഫീനോക്സൈഡ് പ്ലസ് HO3 ആയിരുന്നു. നമുക്ക് ആ ഒരു റിയാക്ഷൻസ് നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. സോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് അത് നമ്മൾ ഓൾറെഡി നേരത്തെ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെയും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് ഹാലജനേഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു ഹാലജൻ നമ്മൾ അവിടേക്ക് എന്താണ് അറ്റാച്ച് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻസ് ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ട് വീണ്ടും അത് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഹാലജനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഹാലജൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഹാലജൻ 17th ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു എലമെന്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് അതിനെ റീപ്ലേസ് ചെയ്യും. അപ്പം ഒരു OH ഉണ്ട് പ്ലസ് 3Br2 അല്ലെ, ഫീനോൾ ചേർന്നിട്ടുള്ള ഒരു ബെൻസീൻ ഹൈഡ്രോക്സൈഡ് ബെൻസീൻ ഉണ്ട്. അതിനകത്തോട്ട് എന്താണ് നമ്മൾ 3Br2 ബ്രോമിൻ ആഡ് ചെയ്യാണ്. പ്ലസ് വാട്ടർ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ പ്ലസ് 3HBr കിട്ടും. അപ്പൊ ഇതെന്ത് ചെയ്യും, OH ഗ്രൂപ്പ് അവിടെ തന്നെ ഉണ്ട്, ബാക്കി 3 പൊസിഷനിൽ നിന്ന് 2, 4, 6 ആ 3 പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യും, ഓരോ ഹൈഡ്രജനെ അത് മാറ്റിയിട്ട് അവിടെ ഓരോ ബ്രോമിൻ കയറിയിരിക്കും അല്ലെ. ഇപ്പൊ 3Br2 എന്ന് പറയുമ്പോൾ 6 ബ്രോമിൻ വന്നായിരുന്നു, അതിൽ 3 ബ്രോമിൻ എന്ത് ചെയ്തു, ഈ സ്ട്രക്ചറെ കയറി അറ്റാച്ച് ചെയ്തു. ബാക്കിയുള്ള 3 ബ്രോമിനും ഉണ്ട്, ഇപ്പൊ റിമൂവ് ചെയ്ത 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്താണ് 3HBr കൂടെ നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതാണ് ഹാലജനേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് നൈട്രേഷൻ ആണ്. അപ്പൊ എന്താണ് അവിടെ വരുന്നത്, നൈട്രജൻ ആണല്ലോ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നൈട്രജന്റെ കോമ്പൗണ്ട് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പൊ ഫീനോൾ ഉണ്ട് നമുക്ക് 20°C എന്താണ് HNO3 ഉണ്ട്, 298 കെൽവിൻ ഉണ്ട്. ആ ഒരു ടെമ്പറേച്ചർ ആണ്, ഭയങ്കര ഹൈ ടെമ്പറേച്ചർ അല്ല, പക്ഷെ 298 കെൽവിനിലാണ് അത് ചെയ്തത്. പിന്നെന്താണ്, അപ്പൊ നമുക്ക് NO2 2 നൈട്രോഫിനോൾ NO2 ആണ് അവിടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. നൈട്രജൻ മാത്രമല്ല NO2 ആണ്. അപ്പൊ 2 നൈട്രോഫിനോൾ നമുക്ക് തന്നെ എന്തെന്ന് പറയാം, ഓർത്തോ നൈട്രോഫിനോൾ എന്ന് പറയാം. പ്ലസ് 4 നൈട്രോഫിനോൾ പാരാനൈട്രോഫിനോൾ അത് 15%, ഒരു 30-40% എന്താണ് ലൈക്ക് കൂടുതലും ഉണ്ടാവുന്ന പ്രോഡക്റ്റ് നൈട്രേഷൻ ചെയ്യുമ്പോൾ കൂടുതലും ഉണ്ടാവുന്നത് 2 നൈട്രോഫിനോൾ ആയിരിക്കും, 30-40%. ഈ പാരാ പൊസിഷനിൽ പാരാ എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ഓപ്പോസിറ്റ് പൊസിഷൻ 4 നൈട്രോഫിനോൾ അതൊരു 15% ആണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ആണ് കോൾബ് റിയാക്ഷൻ. കോൾബ് റിയാക്ഷനും നമ്മൾ ഓൾറെഡി ലൈക്ക് എന്താണ് മുന്നത്തെ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നെയിംഡ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പം കോൾബ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫിനോൾ ഉണ്ട്, അത് NaOH റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സോഡിയം ഫീനോക്സൈഡ് ഫോം ചെയ്യുന്നു. അത് നമ്മൾ കാർബൺ ഡയോക്സൈഡും അതേപോലെ തന്നെ ഒരു 4 to 7 അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് 398 കെൽവിൻ നമ്മൾ അത്രയും ടെമ്പറേച്ചറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സോഡിയം സാലിസിലേറ്റ് നമുക്ക് ഫോം ചെയ്യിക്കാൻ പറ്റും. CONA ആഡ് ചെയ്യുന്നതാണ് സോഡിയം സാലിസിലേറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ H3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സാലിസിലിക് ആസിഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് കോൾബ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സാലിസിലിക് ആസിഡ് ആണ് നമുക്ക് അവിടെ ലാസ്റ്റിൽ കിട്ടുന്ന എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് ബേസിക്കലി നമ്മൾ വാട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ KSO3 എന്നുള്ള ആ ഒരു പ്രോഡക്റ്റും കാറ്റലിസ്റ്റും അതേപോലെ തന്നെ വാട്ടറും കൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബെൻസോക്യുനോൺ കിട്ടും. നമ്മൾ നേരത്തെ ഹൈഡ്രോക്യുനോൺ പറഞ്ഞിട്ടില്ലേ, അതേപോലെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ബെൻസോക്യുനോൺ കിട്ടും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് റീമർ ടീമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. റീമർ ടീമാൻ റിയാക്ഷൻ അതും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നെയിംഡ് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ എന്താണ് ലൈക്ക് എൻട്രൻസസിന് വരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ എന്താണ് അത് തന്നെ അവർ അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ എക്സാമിനേഷൻസിനും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഫീനോൾ എന്താണ് CH3Cl അക്വസ് NaOH റിയാക്ട് ചെയ്യുന്നു. 70°C നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് നമുക്ക് CH3Cl2 അതിൽ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് CH3Cl2 അവിടെ ചെന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ് വീണ്ടും അതിനെ റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് CHO പ്ലസ് HCl നമുക്ക് അവിടെ നിന്ന് എന്താണ് റിമൂവ് ചെയ്യാൻ പറ്റും.
CHO നമുക്ക് അവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, പിന്നെ HCl റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാലിസിലഹൈഡ് എന്ന് പറയും. സാലിസിലഹൈഡ് സോറി സാലിസിൽ ആൽഡിഹൈഡ് എന്നാണ് അത്. അത് ക്ലിയർ ആവാത്തതാണ്. സാലിസിൽ ആൽഡിഹൈഡ് എന്നാണ്. അപ്പം ഒരു ചീഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ മെയിൻ പ്രോഡക്റ്റ് ആണ് സാലിസിൽ ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അതായിരിക്കും അവിടെ CHO എന്ന് പറയുന്നത് എന്താണ്, ആൽഡിഹൈഡ്സ് ആണല്ലോ. അപ്പൊ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് നമുക്ക് അവിടെ ലാസ്റ്റ് എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. മറ്റേത് ആസിഡ്സ് കിട്ടുന്നു, ഇവിടെ എന്താണ് സാലിസിൽ ആൽഡിഹൈഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ചീഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, എസ്ട്രിഫിക്കേഷൻ. നമ്മൾ ആൽക്കഹോൾസിലും ലാസ്റ്റിൽ പഠിച്ചത് എന്താണ്, ഫോർമേഷൻ ഓഫ് എസ്റ്റർ ആയിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഇവിടെയും എന്താണ്, എസ്ട്രിഫിക്കേഷൻ പ്രോസസ് ഉണ്ട്. അപ്പം 2 ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ആണ് നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നത്. അതിന് നമ്മൾ എഥനോയിക് ആസിഡ് CH3COH റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഹൈഡ്രജൻ അതിന്റെ എന്താണ് അതിൽ ആക്ട് ചെയ്ത് പ്രോട്ടോൺ ട്രാൻസ്ഫർ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് പ്രോട്ടോൺ ലൂസ് ചെയ്യുകയും ഗെയിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അസറ്റൈൽ സാലിസിലിക് ആസിഡ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ് അവിടുത്തെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കപ്ലിംഗ് റിയാക്ഷൻ. അപ്പം ബെൻസിൻ ഡയാസോണിയം ക്ലോറൈഡ് ഉണ്ട്, അതും ഫീനോളും കൂടെ നമ്മൾ എന്താണ് കപ്ലിംഗ് റിയാക്ഷൻ നമ്മൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ 273 കെൽവിൻ NaOH2 അതിന്റെ അതായത് അക്വസ് NaOH അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡും നമ്മൾ 273 കെൽവിൻ ടെമ്പറേച്ചറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ച് സോളിഡ് ആയിട്ടുള്ള ഓറഞ്ച് കളറിലുള്ള ഒരു സോളിഡ് കോമ്പൗണ്ട് ആണ് കിട്ടുന്നത്. എന്ന് പറയുന്നത് എന്താണ്, പാരാഫീനിൽ അസോഫീനോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. അത് എന്താണ്, പാരാഹൈഡ്രോക്സി അസോബെൻസീൻ. ഹൈഡ്രോക്സി ബെൻസിൻ അല്ല, ഹൈഡ്രോക്സി അസോബെൻസീൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാരാഫീനൈൽ അസോഫീനോൾ എന്ന് പറയുന്നത്. ഒരു ഓറഞ്ച് കളർ സോൾഡ് ആണ് നമുക്ക് അവിടെ കപ്ലിംഗ് റിയാക്ഷന്റെ എന്താണ് എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അത്രയും റിയാക്ഷൻസ് 7 റിയാക്ഷൻസ് ഉണ്ട്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, ഹാലജനേഷൻ ഉണ്ട്, നൈട്രേഷൻ ഉണ്ട്, ഓക്സിഡേഷൻ ഉണ്ട്. അത് എന്താണ് നെയിംഡ് അല്ലാത്ത റിയാക്ഷൻസ്. പിന്നെ നമുക്ക് എസ്ട്രിഫിക്കേഷനും ഉണ്ട്, കപ്ലിംഗ് റിയാക്ഷനും ഉണ്ട്. കോൾഡ് റിയാക്ഷനും റീമറ്റീവൻ റിയാക്ഷൻസും ആണ് രണ്ട് നെയിംഡ് റിയാക്ഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈഥേഴ്സ് ആണ്. സോ ഈഥേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ആൻ ഓക്സിജൻ ആറ്റം ഈസ് ബോണ്ടഡ് ടു 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓർ അരൈൽ ഗ്രൂപ്പ്സ്. അതായത് ഈഥർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആൽക്കഹോൾ പഠിച്ചു, ഫീനോൾ പഠിച്ചു. നെക്സ്റ്റ് എന്താണ്, ഈഥർ ആണ്. അപ്പൊ ഇതിലും എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അവിടെ എന്താണ് ചെയ്യുന്നത്, ഒരു ഓക്സിജൻ ആറ്റം 2 ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 അരൈൽ ഗ്രൂപ്പുമായിട്ട് എന്താണ് അറ്റാച്ച് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഒരു നടുക്കൊരു ഓക്സിജനും 2 സൈഡിലും എന്താണ് ഓരോ ഗ്രൂപ്പുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പം സിമെട്രിക്കൽ ഈഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 സൈഡിലും ഒരേ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ സിമെട്രിക്കൽ ആയിരിക്കും. 2 സൈഡിലും വേറെ വേറെ ഓക്സിജന്റെ 2 സൈഡിലും വേറെ വേറെ ഗ്രൂപ്പ് വന്ന് എന്താണ് അൺസിമെട്രിക്കൽ ഈഥർ ആയിരിക്കും. അപ്പം ഈഥർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഓക്സിജൻ ആറ്റം 2 ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 അരൈൽ ഗ്രൂപ്പ്. അരൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബെൻസിന്റെ റിംഗ്ഡ് കോമ്പൗണ്ട്. ആൽക്കൈൽ എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ആൽക്കീൻ അങ്ങനത്തെ സ്ട്രക്ചർ. അപ്പൊ 2 ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 അരൈൽ ഗ്രൂപ്പുമായിട്ട് ഒരു ഓക്സിജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു കോമ്പൗണ്ടിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഈഥർ എന്ന് പറയുന്നത്. അത് സിമെട്രിക്കൽ ഈഥറും ആവാം, അൺസിമെട്രിക്കൽ ഈഥറും ആവാം. സിമെട്രിക്കൽ ആവുമ്പോൾ എന്താണ്, ഓക്സിജന്റെ 2 സൈഡിലും ഓരോ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവുന്നത് രണ്ടും സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഇപ്പൊ CH2CH3 അല്ലേ, 2 സൈഡിലും CH2CH3 ആണ്. അൺസിമെട്രിക്കൽ ആകുമ്പോൾ എന്താണ്, 2 സൈഡിലും ഡിഫറന്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഒരിടത്ത് CH3 ആയിരിക്കും, ഒരിടത്ത് CH2CH3 ആയിരിക്കും. So oxygen atom of the ether can also be part of a ring, in which case the ether is known as cyclic ether. അപ്പൊ ഈ ഓക്സിജൻ ആറ്റം എന്താണ്, ഒരു റിങ്ങിന്റെ ഭാഗമായിട്ടും വരാം അല്ലെ. അല്ല, നമ്മൾ നോർമലി ഇരിക്കുന്ന പോസിൽ അല്ലാതെ ഓക്സിജൻ ആറ്റം എന്താണ് ഒരു റിംഗ് പാർട്ട് ഓഫ് എ റിംഗും ആവാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈഥറിനെ നമ്മൾ എന്തെന്ന് പറയും, സൈക്ലിക് ഈഥർ എന്ന് പറയും. ഒരു റിംഗ് സ്ട്രക്ചറിനകത്തുള്ള ഒരു ഓക്സിജൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുന്നത്, സൈക്ലിക് ഈഥർ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ടെട്രാ ഹൈഡ്രോഫ്യൂറാൻ THF എന്ന് പറയും. ഓക്കെ, അത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് THF, ടെട്രാ ഹൈഡ്രോഫ്യൂറാൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ്, അതിനകത്തുള്ള ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്, അത് റിങ്ങിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് പറയും, സൈക്ലിക് ഈഥർ എന്ന് പറയും. പിന്നെ നോമൻക്ലേച്ചർ എന്താണ്, ഈഥൈൽ മീഥൈൽ ഈഥർ. സോ ഈഥൈൽ മീഥൈൽ ഈഥർ നമ്മളപ്പം ഈഥർ എന്നാണ് എപ്പോഴും ലാസ്റ്റിൽ വരിക. ഓക്കെ, നോമൻക്ലേച്ചർ ചെയ്യുമ്പോഴും എപ്പോഴും എങ്ങനെയാണ്, നമ്മൾ നേരത്തെ ഫീനോൾസ് പഠിച്ചപ്പോൾ എല്ലാത്തിന്റെ ലാസ്റ്റിൽ എന്താണ് ഫീനോൾ ആയിരുന്നു നോമൻക്ലേച്ചറിൽ വരുന്നത് അല്ലെ. അവിടെ അപ്പൊ ഇവിടെ ഇതുപോലെ എന്താണ്, ഈഥർ എന്നാണ് ലാസ്റ്റിൽ എല്ലാത്തിനും വരുന്നത്. അപ്പം 2 കോമ്പൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. അപ്പൊ രണ്ടിന്റെയും പേരാണ് ആദ്യം പറയുന്നത്, ലാസ്റ്റിലാണ് നമ്മൾ ഈഥർ എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിജൻ എടുത്ത് നമ്മൾ പറയുന്നില്ല, ആ ഓക്സിജനെ പറയുന്ന പോലെയാണ് ലാസ്റ്റിൽ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈഥർ എന്ന് പറയുന്നത്. അപ്പം CH3 O CH2CH3 അല്ലെ. ഓയുടെ ഇപ്പുറത്ത് കിടക്കുന്ന CH3 എന്ന് പറയുന്നത് എന്താണ്, മീഥൈൻ ആണ് അല്ലെ. അപ്പൊ അത് രണ്ടാമത് നമ്മൾ പറയുന്നത്. CH2CH3 എന്താണ്, ഈഥൈലാണ് അല്ലെ, ഈ ഈഥീൻ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഈഥൈൽ മീഥൈൽ ഈഥർ. അപ്പൊ ഫസ്റ്റ് വലിയ ഗ്രൂപ്പ് ഏതാണ്, ഈഥൈലാണ്. പിന്നെ വരുന്നത് മീഥൈൽ ഗ്രൂപ്പ് ആണ്. പിന്നെ നമ്മൾ ആ ഈഥർ ആണെന്ന് അറിയാൻ വേണ്ടി ഈഥർ എന്ന് പറയും.
പിന്നെ നമ്മൾ എന്താണ് നെക്സ്റ്റ് CH3 CH2 CH2 CH3 അല്ലെ, ഓയുടെ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് രണ്ടെണ്ണം അല്ലേ ഉള്ളൂ, അപ്പൊ രണ്ടെണ്ണം ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞാൽ മതി, ഡൈ ഈഥൈൽ ഈഥർ നമുക്ക് പറയാം. അതേപോലെ തന്നെ അതായത് ഫീനോള് വന്നിട്ട് അതിന്റെ OH-നകത്തിൽ H മാറ്റിയിട്ടാണ് CH2 CH3 അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഈഥൈൽ ഫീനൈൽ ഈഥർ എന്ന് പറയും. ഫീനോൾ എന്നുള്ളതിനകത്ത് നിന്ന് ആ ഒരു H മാറ്റിയിട്ട് CH2 CH3 കയറി വരുന്നു, അപ്പം ഈഥൈൽ ഫീനൈൽ ഈഥർ എന്ന് പറയാം. അതേപോലെ തന്നെ എന്താണ് ടെറിഷറി പൊസിഷൻഡ് ടെർട്ട് ബ്യൂട്ടൈൽ ഫീനൈൽ ഈഥർ. ആ OH മറ്റേ ഫീനോൾ തന്നെ OH-നകത്തിലെ H മാറ്റിയിട്ട് അവിടെ എന്താണ് ടെറിഷറി ബ്യൂട്ടൈന്റെ തന്നെ ടെറിഷറി ബ്യൂട്ടൈൽ ഫീനൈൽ ഈഥർ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ടെറിഷറി ബ്യൂട്ടൈൻ ആണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ എന്താണ് ക്ലോറിനും ഒരിടത്ത് മീഥൈനും വരുന്നു. ക്ലോറോ മീഥൈൽ മീഥൈൽ ഈഥർ. CH2 എന്ന് പറയുന്നതാണ് ക്ലോറോ മീഥൈൽ. അപ്പുറത്തെ സൈഡിലും വേറൊരു മീഥൈൻ ഗ്രൂപ്പാണ്. അപ്പൊ ക്ലോറോ മീഥൈൽ മീഥൈൽ ഈഥർ. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് ലാസ്റ്റിൽ ഈഥർ കൊടുക്കുക, ബാക്കിയുള്ള ഗ്രൂപ്പുകളുടെ പേര് എന്താണ് ആദ്യമേ എഴുതുക. അങ്ങനെയാണ് എന്റെ നോമൻക്ലേച്ചർ ചെയ്യുന്നത്. പ്രിപ്പറേഷൻ നമുക്ക് ഒരു മെത്തേഡേ പഠിക്കാനുള്ളൂ, വില്യാംസൺ സിന്തസിസ് ആണ്. അത് ഒരു നെയിംഡ് റിയാക്ഷൻ ആണ്. നെയിമുള്ള എല്ലാ റിയാക്ഷനും എന്താണ് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. സോ ജനറൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ വില്യാംസൺ സിന്തസിസ് ആണ് ഈഥറിന്റെ പ്രിപ്പറേഷൻ പഠിക്കാനുള്ളത്. ഒരു മെഥനോൾ ഉണ്ട്, സോഡിയം അല്ലെങ്കിൽ നമ്മൾ പൊട്ടാസ്യം എടുക്കുക. അപ്പൊ നമുക്ക് എന്താണ് സോഡിയം ആണ് നമ്മൾ എടുത്തതെങ്കിൽ എന്താണ് നമുക്ക് സോഡിയം മീഥോക്സൈഡ് അവിടെ കിട്ടും. അപ്പൊ R1OH അല്ലേ, R എന്ന് പറയുന്നത് എന്താണ് CH2 അങ്ങനത്തെ ഗ്രൂപ്പുകളാണ്. CH2 CH3 പറയുന്ന പോലത്തെ ഗ്രൂപ്പുകളാണ്. അപ്പൊ ആ R1 അതിന്റെ കൂടെ എന്താണ് നമുക്ക് ONA കൂടെ ഫോം ചെയ്യും. H-നെ മാറ്റി അവിടെ എന്ത് ഫോം ചെയ്യും, NA അവിടെ കയറിയിരിക്കും. R1ONA നമുക്ക് സോഡിയം മീഥോക്സൈഡ് ഫോം ചെയ്യും. അവിടെ നിന്ന് എന്താണ് അത് ഹാലൈഡ് ആയിട്ട് മാറും. ആ മീഥോക്സൈഡിനകത്ത് നമുക്ക് എന്താണ് ഹാലജൻ ആഡ് ചെയ്തിട്ട് ഹാലൈഡ് ആയിട്ട് മാറും. സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ഹാലൈഡ് ആയിട്ട് മാറും. അവിടുന്ന് അത് എന്തായിട്ട് മാറും, രണ്ട് സൈഡിലും എന്താണ് അതേപോലെ അരൈൽ ഗ്രൂപ്പ് വന്നിട്ട് ഈഥറായിട്ട് അവിടെ നമുക്ക് അതിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ്. സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസും അതേപോലെ അല്ലാനുള്ള പ്രോപ്പർട്ടീസും ആണ്. ഈതേഴ്സ് ഹാവ് എ ജോമെട്രി സിമിലർ ടു വാട്ടർ ആൻഡ് ആൽക്കഹോൾസ്. ഇപ്പം വാട്ടറിന് എന്താണ് എന്താണ് ലോൺ പെയേഴ്സ് ഒക്കെ ഉണ്ടല്ലേ, രണ്ട് ബോൺ പെയറും രണ്ട് ലോൺ പെയറും ഉണ്ട്. അതേ സ്ട്രക്ചർ തന്നെയാണ് എന്തിനുള്ളത്, ഈഥറിനുള്ളത് അല്ലെ. മുകളിൽ രണ്ട് ലോൺ പെയേഴ്സ് ഉണ്ട്. ഓക്സിജൻ ആറ്റം ഈസ് 3sp ഹൈഡ്രേസ്ഡ്. 3sp ഹൈഡ്രേസ്ഡ്, അതാണ് 3sp എന്ന് ഉദ്ദേശിക്കുന്നത്. sp3 ഹൈബ്രിഡൈസ്ഡ് സ്ട്രക്ചർ ആണ് ഓക്സിജൻ ആറ്റത്തിനുണ്ട്. അതേപോലെ തന്നെ റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നത്, അപ്പൊ അതിന്റെ ബോണ്ട് ആംഗിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ലോൺ പേഴ്സ് കാണിച്ചിട്ടുണ്ട്. ബോണ്ട് ലെങ്ത് 141 പൈക്കോമീറ്റർ. 141 പൈക്കോമീറ്റർ ആണ് ആ ബോണ്ട് ലെങ്ത്, OH ബോണ്ട് ലെങ്ത്. ബോണ്ട് ആംഗിൾ 1.7 ഡിഗ്രി ആണ്. അപ്പൊ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് അതിന്റെ റിയാക്ഷൻസ് ആണ്. ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്. സോ ഈഥർ പ്ലസ് ഓക്സിജൻ 2ROCH എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈഥർ എന്ന് പറയുന്നത്. അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഹൈഡ്രോ പെറോക്സി ഡിയോഫെദർ എന്ന് പറയും. ഡിയോഫ് ഈഥർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഹൈഡ്രോ പെറോക്സി ഡിയോഫീതർ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ലൈക്ക് ഓഫ് ഈഥർ എന്നുള്ളതാണ്, അത് ചേർത്ത് എഴുതിയിരിക്കുന്നതാണ്. ആ ഹൈഡ്രോ പെറോക്സൈഡ് ഓഫ് ഈഥർ എന്നാണ്. നമുക്ക് നമുക്ക് അങ്ങനെ ഒരുമിച്ച് വായിക്കുമ്പോൾ അങ്ങനെ എഴുതുമെങ്കിലും ലൈക്ക് അതെന്താണ് ആ ഹൈഡ്രോ പെറോക്സൈഡ് ഓഫ് ഈഥർ എന്നാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് ഫോം ചെയ്യിക്കാം, ആ പെറോക്സൈഡ്. മറ്റേത് ഹൈഡ്രോ പെറോക്സൈഡ് ആയിരുന്നു, ഹൈഡ്രോ പെറോക്സൈഡ് ഓഫ് ഈഥർ ആയിരുന്നു. ആ ഹൈഡ്രോ എന്ന് പറയുന്ന ആ ഒരു അത് ആ ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ പെറോക്സൈഡ് ഓഫ് ഈഥർ നമുക്ക് പറയാൻ പറ്റും. അതാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ആസിഡ്സുമായിട്ടുള്ള റിയാക്ഷൻ എന്താണ്, ആസിഡ് ഒരു ഈഥറും HBr ആസിഡ് ആണ്. അപ്പൊ അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓക്സോണിയം സോൾട്ട് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓക്സോണിയം സോൾട്ട്, ആൻഡ് ഓക്സോണിയം നമ്മൾ പറയാം. അപ്പൊ ഓക്സോണിയം സോൾട്ട് അവിടെ ഫോം ചെയ്യും. അസിഡിക് ക്ലീവേജ്. അപ്പൊ അതേപോലെ എന്താണ് ഈഥോക്സി ഈഥൈനും HBr കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ബ്രോമോ ഈഥൈൻ. HBr അല്ലേ BR അല്ലേ ആഡ് ചെയ്തത്. അപ്പൊ നമുക്ക് ബ്രോമോ ഈഥൈനും എഥനോളുമായിട്ട് നമുക്ക് ബൈ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് അതിന്റെ എൻ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആസിഡ് ക്ലീവേജിന്റെ എൻ പ്രൊഡക്ട്സ് എന്താണ് ബ്രോമോ ഈഥൈനും എഥനോളും ആയിരിക്കും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഈഥേഴ്സിനകത്ത് നമുക്ക് അത്രയുമേ പഠിക്കാനുള്ളൂ. സോ ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈഥേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. താങ്ക് യു.